ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം, നോക്കി നടക്കണം. ചട്ടിയും കലവും ഒക്കെ അടുത്തടുത്തുണ്ട്, അതിലൊന്നും തട്ടരുത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് അവരുടെ അടുത്ത് പോയി സംസാരിക്കാം. ഇന്നലെ വന്നോ അതോ ഇന്ന് രാവിലെ ഇറങ്ങിയല്ലേ? എത്ര നാളായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്? ആദ്യമായിട്ട് വരികയാണോ? എല്ലാ വർഷവും വരും, എല്ലാ മാസത്തിലും വരും. എനിക്ക് മാസത്തൊഴിലുണ്ട്. ഓ, നേർച്ചയാണോ? അല്ല, ഞാൻ അല്ല, മാസത്തൊഴിൽ എന്ന് പറഞ്ഞ ആണല്ലേ? മോന്റെ എന്നിട്ട് ആറ്റുകാലമ്മ എങ്ങനെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നു? സാധിച്ചു. അപ്പൊ ഇത് എത്രാമത്തെ പൊങ്കാല അമ്മയുടെ? എണ്ണ ഇല്ല. ആദ്യമായിട്ട് വന്നതൊക്കെ ഓർക്കുന്നുണ്ട്, അതൊക്കെ വലിയ അനുഭവമായിരിക്കും. ആദ്യമായിട്ട് വന്നത് ട്രെയിനകത്താ, മിസ്സായിപ്പോയി. ഞങ്ങൾ 6-7 പേര് വന്നത് പല വഴിക്കായിപ്പോയി. അന്നൊന്നും ഫോണില്ലല്ലേ, പിന്നെ തിരിച്ചു ചെന്ന ഞങ്ങൾ ആളുകൾ ഒത്ത് കണ്ടുപിടിച്ചത്. എവിടെ? തിരിച്ച് നാട്ടിൽ ചെന്നിട്ട്? അയ്യോ, അപ്പൊ ആദ്യമായിട്ട് വരികയല്ലേ, ചെറുപ്പല്ലേ, ഭയം തോന്നിയില്ലേ? അറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക്. ട്രെയിനകത്ത് വന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മിസ്സായി. അങ്ങനെ പിന്നെ നാട്ടിൽ ചെന്നിട്ടാണ് ഞങ്ങൾ പിന്നെ കണ്ടു. എല്ലാവരും ഒരു വർഷത്തെ ആദ്യത്തെ ട്രെയിൻ യാത്ര ഏതായിരിക്കും അല്ലേ? എല്ലാ വർഷവും ട്രെയിനാണ് വരുന്നത്. ഇന്നിപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഞങ്ങളെ ഒരു കൂട്ടർ കൊണ്ടുവന്നതാണ്. എന്തോ എല്ലാ വർഷവും വന്നുകൊണ്ട് ഈ സമയം കൊണ്ട് വയ്യാതിരുന്നാലും വരാൻ തോന്നുന്നു. നിങ്ങളിപ്പോ എങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് എത്ര പേരായിട്ട് വന്നു? കലണ്ടർ കിട്ടിയ ഉടനെ ആറ്റുകാല പൊങ്കാലയാണ് നോക്കുന്നത്. പിന്നെ ഒരു വണ്ടി ഫ്രീ ആയിട്ട് വിട്ടു തരുന്നുണ്ട് ഞങ്ങൾക്ക് കുണ്ട്രയിന്ന്. ഗണേശനാചാരി മുക്കൂട് ചീരങ്ക കുണ്ട്ര. അപ്പൊ അതിനകത്ത് കൊള്ളുന്ന ആൾക്കാരെ എല്ലാ വർഷവും കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് ഒരു നേർച്ചയായിട്ട് തിരികെയാണ്. എല്ലാ വർഷവും ഇടുന്നുണ്ട്, എല്ലാവരും കൊണ്ടുവന്ന് തൊഴുന്നു. അതേപോലെ തിരിച്ച് അവരെ കൊണ്ടുവിടുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ പൊങ്കാല ഇടുന്നതും മറ്റുമൊക്കെ ഒരു നേർച്ച പോലെ തന്നെ ഇവരെ സഹായിക്കുന്നതും അല്ലെങ്കിൽ ഇവരെ ഇവിടെ കൊണ്ടെത്തിക്കുന്നതും ഒക്കെ തന്നെ എല്ലാ വർഷവും ഒരു നേർച്ചയായിട്ട് അല്ലെങ്കിൽ ഒരു കരുതലായിട്ട് കരുതുന്ന ഒരുപാട് പേര്. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചല്ലോ? ഇഷ്ടംപോലെ ഭക്ഷണങ്ങളുണ്ട്. ഞങ്ങൾ എന്നിട്ട് കരുതി കൂടി ഞങ്ങൾ കൊണ്ടും വരുന്നുണ്ട്. പക്ഷെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ വരില്ല. ഈ പരിസരത്ത് ഏത് വീട്ടിൽ ചെന്നാലും നിങ്ങൾക്ക് ഭക്ഷണം തരും.